ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നിതാ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കാൻ പറ്റിയ നല്ലൊരു വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനൊന്നും മറക്കരുതേ. ആദ്യം തന്നെ ഞാൻ വെണ്ടയ്ക്കയൊക്കെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അതിനൊന്ന് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ എല്ലാ വെണ്ടയ്ക്കയും ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെ തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അന്നേരം പെട്ടെന്ന് തന്നെ അത് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്കയിലൊക്കെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുതേ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വഴണ്ട് വന്നതിന് ശേഷം ഞാനതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-20 ചെറിയ ഉള്ളിയെങ്കിലും ഉണ്ടാവണം. ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഏതൊരു കറിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ച് വെച്ച് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരും. ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇടുന്നത്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം കായവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കട്ട കായമാണ് ഉള്ളത്. ഞാൻ അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തത്. അത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം മാറി അതിൽ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് മിക്സിയുടെ ജാറും കൂടെ കഴുകി അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുറുകിയൊരു കറിയായിട്ടാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. അതൊന്ന് തിളയ്ക്കുമ്പം നമുക്ക് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എത്ര വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവരും ഇത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതിന് ഇത്തിരി ഉപ്പ് കുറവെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചോറിൻ്റെ കൂടെ ആയാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അടച്ച് വെച്ചെടുത്ത് 5 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം.
വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇറച്ചി മീനും ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് തീരുന്നത് പോലും അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.